മിസ്മാച്ചായ പേരിട്ട് സിനിമകളെ നശിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ ഞാൻ മറുപടി പറയും. ഉദാഹരണത്തിന് ബീഡി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ് ശ്രീവിദ്യ പ്രധാന വേഷം ചെയ്തൊരു സിനിമയുണ്ട്. നല്ല ചിത്രമായിരുന്നു. ശ്രീവിദ്യയുടെ ശ്രീത്വമുള്ള മുഖം വച്ച് പോസ്റ്റർ അടിക്കുമ്പോൾ അതിൽ ബീഡി കുഞ്ഞമ്മ എന്ന് പേരിട്ടാൽ ഫാമിലി കയറില്ല എന്നുള്ള ബോധം പോലും ഇല്ലാതെ എടുത്തതുകൊണ്ടായിരിക്കണം ആ പടം നിലം തൊടാതെ പൊട്ടി. കല്ല് കാർത്തിയായിനി ഒരു പടത്തിൻ്റെ പേരാ. എന്നിട്ട് ജയൻ്റെ പടം വെച്ചാൽ ആ പടം ഓടുമോ? കല്ല് കാർത്തിയായിനി എന്ന് എഴുതിയിട്ട് ജയൻ്റെ തല വെച്ചാൽ ആ പടം ഓടില്ല. നീലവെളിച്ചം എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ സിനിമ ആക്കിയപ്പോൾ ഇതേ പേര് മതിയെന്ന് എ വിൻസെൻ്റ് പറഞ്ഞു. നമുക്കിത് മതി, നീലവെളിച്ചം തന്നെ മതി. കാരണം താങ്കളുടെ ചെറുകഥ വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാമല്ലോ കഥ എന്താണെന്ന്. അവർ കയറട്ടെ. എന്നാൽ സിനിമയ്ക്ക് ഭാർഗവി നിലയം എന്നിട്ടാലും മതിയെന്ന് വാശി പിടിച്ചത് സാക്ഷാൽ വൈക്കം സുൽത്താൻ തന്നെയായിരുന്നു. പടം സൂപ്പർ ഹിറ്റായെന്ന് ഞാൻ പറഞ്ഞിട്ട് കാലാതിവർത്തിയായ വിജയമാണ്. ഭാർഗവി നിലയത്തെ ആഷിഖ് അബു റീമേക്ക് ചെയ്തു നീലവെളിച്ചം എന്നുള്ള പേരിൽ. നന്നായിട്ട് മോശമല്ലാത്ത പരാജയത്തിൻ്റെ രുചി എറിഞ്ഞു നീലവെളിച്ചം. മണ്ണ് എന്ന് പേരിടാനിരുന്ന സിനിമയ്ക്കാണ് പിന്നീട് കിരീടം എന്ന് പേരിട്ടത്. കിരീട ഉണ്ണിയെ മണ്ണുണ്ണി എന്ന് വിളിക്കേണ്ടി വന്നില്ല. ഇവിടുത്തെ സീനിയർ നടന്മാരെന്ന് പറയുന്നവന്മാരൊക്കെ എന്നെ മാറ്റി നിർത്തിയിരുന്നടാ. നിൻ്റെ അച്ഛനില്ലേ സലിംകുമാർ, അയാൾ മാത്രമേ എന്നെ കൂടെ നിർത്തിയിട്ടുള്ളൂ, അതാണ്ടാ അയാളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞ മഹാനാണ് ഈ വിനായകൻ എന്ന് പറഞ്ഞവൻ. ഇപ്പോൾ പറയുന്നത് ചത്ത ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തരുത് എന്നാണ്. കാലം ആരോടും കണക്കുകൾ കൃത്യമായി ചോദിക്കുമെന്നാണ് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ചോരത്തിളപ്പും വലിയും കുടിയും ഉള്ളപ്പോൾ തോന്നുന്നതാണ് ഈ അഹങ്കാരമൊക്കെ. വീണാൽ കൂടെ നടക്കുന്ന ഒരു എംബോക്കിയും താങ്ങാനുണ്ടാകില്ല എന്ന് അറിയുന്നത് വിനായകന് നല്ലതാണ്. വിനായകൻ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇത് ന്യായീകരിക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോഴും പറഞ്ഞു അയാൾ ചത്തതിന് ഞാൻ തരുവാണോ. ഇവൻ ചാകില്ല, ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ ചാവില്ല എന്നാണ് അവൻ വിചാരിക്കുന്നത്. പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടാണ്. ഞാൻ ട്യൂണിട്ട പാട്ടിൽ തൊട്ടാൽ എനിക്ക് കോടികൾ തരണം എന്ന് വാശി പിടിക്കുകയും കോടതി കയറ്റുകയും ഒക്കെ ചെയ്യുന്ന മഹാനാണല്ലോ ഇളയരാജ. പൈസ മുടക്കി ഈ പാട്ട് റെക്കോർഡ് ചെയ്ത നിർമ്മാതാവിന് പോലും ഇളയരാജയെ കൊണ്ട് പൊറുതി മുട്ടുന്ന അവസ്ഥയുമാണ്. ഇതിനെതിരെ പരസ്യമായി പ്രതികരിച്ചത് ഒരൊറ്റ ആളായിരുന്നു, ഗാനരചയിതാവായ വൈരമുത്തു. ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് നല്ല സംഗീതത്തിനൊപ്പം നല്ല വരികളും നല്ല ശബ്ദത്തിൽ പാടുകയും ഒക്കെ ചേർന്ന് കൂടിച്ചേരുമ്പോഴാണ് ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ഒരാൾ മാത്രം അല്ലെങ്കിൽ ഇളയരാജ മാത്രം കൊണ്ടുപോകണ്ടെന്നും ഒക്കെ വൈരമുത്തു വച്ച് കാച്ചി. 82-ാം വയസ്സിലും ഇളയരാജ വ്യവഹാരങ്ങളിൽ പിന്നോട്ടില്ലാതെ ഇക്കാര്യത്തിൽ നിൽക്കുന്നു. അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. 82 വയസ്സായിട്ട് ആയിരക്കണക്കിന് കോടി ഉണ്ടാക്കിയിട്ട്. തുടക്കകാലത്ത് ഇളയരാജയെ ഒരുപാട് സഹായിച്ച സാക്ഷാൽ SP ബാലസുബ്രഹ്മണ്യത്തിനെ പോലും കോപ്പിറൈറ്റ് പറഞ്ഞ് വിരട്ടുകയും കരയിക്കുകയും ചെയ്ത ആളാണ് ഇളയരാജ. സിംഗപ്പൂരിലെ എവിടെ ഒരു ഗാനമേളയ്ക്ക് പോകുമ്പോൾ അയാൾക്കൊരു ഫാക്സ് മെസ്സേജ് അയച്ചു. എൻ്റെ പാട്ടുകൾ ഏതെങ്കിലും എടുത്ത് ബാലസുബ്രഹ്മണ്യം പാടുകയാണെങ്കിൽ, SPB പാടുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് എനിക്കുള്ളതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അന്ന് SPB കരഞ്ഞു എന്നാണ് പറയുന്നത്. പെൺമക്കൾ 3 പെട്ടെന്ന് ശ്രദ്ധേയരായി. കലാരഞ്ജിനി, കൽപ്പന, ഉർവശി. ഇവരിൽ ഉർവശി ദക്ഷിണേന്ത്യൻ സിനിമയിലെ തന്നെ മാർക്കറ്റ് വാല്യുള്ള നായികയായി വളർന്നു. ഒരു മുന്താണി പിടിച്ച് മതിയല്ലോ അല്ലേ, വളർന്നു. കൽപ്പന കമൽഹാസനോടൊപ്പമൊക്കെ തമിഴിലും മലയാളത്തിലും ഹാസ്യവേഷങ്ങളിലൂടെ ശ്രദ്ധേയയായി. മനോരമ അമ്മയെപ്പോലെ, തമിഴ് സിനിമയിലെ മനോരമയെപ്പോലെ കൽപ്പന ചെയ്തു കൂട്ടിയ വേഷങ്ങൾ ആലോചിച്ചാൽ തന്നെ ചിരി വരുന്നതാണ്. കലാരഞ്ജിനിയാണ് ആദ്യം നായികയായത്. പക്ഷേ പെട്ടെന്ന് സ്വയം ഒതുങ്ങിപ്പോയി അവർ. ഒരു മേക്കപ്പ് മാൻ ചെയ്ത ഒരു ചെറിയ ചതിയിൽ ശബ്ദം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ അവർ സ്വയം അങ്ങ് ഒതുങ്ങി. പേരും പ്രശസ്തിയും പണവും ഒക്കെ നേടിയിട്ടും ഈ 5 പേരുടെയും ദാമ്പത്യ ജീവിതം ശോഭനമായില്ല എന്ന് പറയാം. 5ാമൻ കല്യാണം കഴിച്ചില്ല. ഏറ്റവും ഇളയവൻ പ്രിൻസ് വിവാഹപ്രായം ആകും മുമ്പേ ഒരു പ്രണയത്തിൽ കുടുങ്ങുകയും പ്രണയ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തു. പെൺമക്കൾ 3 പേരും 3 പേർക്കും ഓരോ മക്കളായി. വിവാഹ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവം പറ്റിപ്പോയി. അവരിൽ ഉർവശി മാത്രം
വീണ്ടും വിവാഹം കഴിച്ച് ഇപ്പോൾ അതിലൊരു മകനുമുണ്ട്. കലച്ചേച്ചിക്ക് ഒരു മോനാണ്. പഠനം കഴിഞ്ഞ ശേഷം കുഞ്ഞാറ്റ സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹം അച്ഛൻ്റെ രണ്ടാം ഭാര്യയോടാണ് പറഞ്ഞത്. ആശ ആ വിവരം മനോജിനോട് പറഞ്ഞു. അവളുടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണം എന്നാണ് ഈ കാര്യം കേട്ടപ്പോൾ മനോജ് ആദ്യം പറഞ്ഞത്. ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രിയാണ് അവളുടെ അമ്മ ഉർവശി. കുഞ്ഞാറ്റയെ മനോജ് ചെന്നൈയിലേക്ക് കയറ്റിവിട്ടു, അനുഗ്രഹവും അഭിപ്രായവും വാങ്ങാൻ. ഉർവശി വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സിനിമ ചെയ്യേണ്ട എന്ന് മനോജ് പറയുമായിരുന്നു എന്നാണ് ആ ലോഞ്ചിങ് സ്ഥലത്ത് മനോജ് പറഞ്ഞത്. ഇക്കാര്യമൊക്കെ വിശദമായി പറഞ്ഞ മനോജ് വികാരവിവശനായി കണ്ണുകൾ തുടച്ചു. ഇത്രയും ഇഴയെടുപ്പം, മാനസികമായ ഇഴയെടുപ്പം നിങ്ങൾ തമ്മിലുണ്ടായിരുന്നെങ്കിൽ എന്തിനാ മനോജെ പിരിഞ്ഞത് എന്ന് ആ കരയുന്ന അയാൾ കണ്ണീര് തുടയ്ക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് തോന്നി. അയാളുടെ മനസ്സിൽ ഇപ്പോഴും അവർക്കൊരു സ്ഥാനമുണ്ട്, അതുകൊണ്ടാണല്ലോ അയാൾ കരഞ്ഞത്.